ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 2 ക്യാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ക്യാൻഡിൽ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ക്യാൻഡിൽ നമ്പർ 1. ഇതിൽ നമ്മൾ നിങ്ങളുടെ ഭാവിയെ പറ്റി എന്തൊക്കെയാണ് ചേഞ്ചസ് വരാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ തന്നെ സ്വയം തിരിച്ചറിയുന്ന കുറേ സമയമാണിത്. അതിനുശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിട്ട് മാറാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങളിലെ തന്നെ ഹിഡൻ ടാലൻറ്റിനെ മനസ്സിലാക്കുകയും അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരാം, അതിനെ കുറച്ചും കൂടെ വിപുലീകരിക്കാം, നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് നിങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹിഡൻ ടാലൻറ്റിനെ മനസ്സിലാക്കി നിങ്ങൾ അതിനു വേണ്ടി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു സമയമായിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾ അതിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ തന്നെ നിൽക്കാനുള്ള ശ്രമമായിരിക്കും നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ചുറ്റും പല പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതൊന്നും നിങ്ങളെ അലട്ടുന്നതേ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റിലേഷൻഷിപ്പിൽ പോലും പല ചേഞ്ചസ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് പോകുന്നതായിട്ടും, അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ ലൈഫ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് എന്താ പറയുന്നത്, ഇല്ലാത്ത സിംഗിളായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവും ആയിരിക്കും. നിങ്ങൾ വലിയ കാര്യങ്ങളിലായിരിക്കും അന്നേരം കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വേണം എന്നായിരിക്കും നിങ്ങൾ പണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കണം, കുറച്ചും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലായിരിക്കും നിങ്ങൾ കുറേയും കൂടെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിൽ പവർ കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾ പറച്ചിൽ മാത്രമല്ല, നിങ്ങളുടെ ആക്ഷനിലൂടെ അത് സാധിച്ചത് എടുക്കും. നിങ്ങൾ ജോബിലായാലും നിങ്ങൾ ജോബിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രമോഷൻസൊക്കെ കിട്ടി മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പലതും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകണമല്ലോ ലൈഫിൽ, അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങൾ വേണ്ടാന്നും വെക്കുന്നുണ്ട്. നിങ്ങളിപ്പം ജോബ് നേടിയെടുക്കാൻ വേണ്ടിയാണ് ട്രൈ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പം ഓരോ പടം വരയ്ക്കുന്ന ആളാണ്, അല്ലെങ്കിൽ മോഡലിംഗ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ പാടുന്ന ഒരാളാണ്. നിങ്ങൾ അതിലൊക്കെ കുറേയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയും നിങ്ങൾ കുറേയും കൂടെ അതിലൊരു സക്സസ് കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. കാരണം അതിൽ മാത്രം നിങ്ങൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ അത്ര ബോധേഡ് ആവുന്നില്ല. ഓക്കെ, അതിൽ നിങ്ങൾക്ക് സക്സസ് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊരു സ്വപ്നജീവി ആയിരുന്നു, പക്ഷേ നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ പെരുമാറാൻ പോകുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗ്രൂപ്പ് നമ്പർ 1. ഇനി നമുക്ക് ഗ്രൂപ്പ് നമ്പർ 2 പോയാലോ. നിങ്ങൾ ഫ്യൂച്ചറിൽ കുറച്ചും കൂടി അടുക്കും ചിട്ടയുള്ള ആൾക്കാരായിരിക്കും. കാര്യങ്ങൾ എഴുതി വെച്ച് ചെയ്യുന്ന ഒരു ശീലത്തിലോട്ട് നിങ്ങൾ വരും. നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ, ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടാത്തത് എന്നിങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്യുകയും നിങ്ങളതിന് വേണ്ടിയിട്ട് അലാറം സെറ്റ് വരെ ചെയ്ത് വെക്കുന്ന ഒരാളായിട്ട് മാറാൻ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ റൂമിൽ നിന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരു അടുക്കും ചിട്ടയും വരാൻ പോകുന്നത്. അതുമാത്രമല്ല, റിലേഷൻഷിപ്പിൽ പോലും നിങ്ങൾ ബൗണ്ടറീസ് വെക്കും. നിങ്ങളുടെ കൂടുതൽ അഡിക്ഷൻസ് ഉണ്ടല്ലോ, ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ മറ്റേ എപ്പോഴും പൈസ ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന അതുപോലുള്ള അഡിക്ഷൻസിൽ നിന്നെല്ലാം നിങ്ങൾ കുറേയും കൂടെ മാറ്റം വരും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മൈഗ്രേഷന് വേണ്ടിയിട്ടായിരിക്കാം, വീട് പണി, ചിലപ്പോൾ ഈ ഒരു അസുഖങ്ങളൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഇതിന് വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് സ്വയമായിട്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നുണ്ട്. എങ്ങനെ പഠിച്ച് നല്ല മാർക്ക് നേടാം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പല സ്ട്രാറ്റജീസും പല മെത്തേഡ്സും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജോലി എങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാം, അല്ലെങ്കിൽ കുറേയും കൂടി സാലറി എങ്ങനെ ഏൺ ചെയ്യാം,
സ്വർണം മേടിച്ച് വെക്കണോ, അങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള ചിന്തകൾ നിങ്ങളിൽ ഫ്യൂച്ചറിൽ നടപ്പിലാക്കുന്നുണ്ട്. ബാല്യകാലത്ത് കേട്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ കുറേയൊക്കെ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതൊക്കെ നിങ്ങൾ മാറ്റിയെടുക്കുന്നു. നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഡിക്ഷൻസൊക്കെ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് നമ്പർ 2.